കരയിലൂടെ ദീർഘദൂര യാത്രക്കുള്ള പ്രധാന മാർഗങ്ങളാണ് ദേശീയപാതകൾ. ഓരോ രാജ്യത്തെയും പ്രധാന നഗരങ്ങളെയും തന്ത്രപ്രധാന സ്ഥലികളെയും ബന്ധിപ്പിക്കുന്നവയായിരിക്കും അവ. ദേശവ്യത്യാസങ്ങളില്ലാതെ നിരന്തരം ചെറുതും വലുതുമായ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതകൾ സുരക്ഷിതവും യാത്രാസുഖവുമുള്ളതായിരിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ നമ്മുടെ ദേശീയപാതകളിൽ ചിലത് സുരക്ഷിതമാണോ? അപകടരഹിതമാക്കാൻ ജാഗ്രത കാണിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ തന്നെ വലിയ അപകടങ്ങളിലേക്ക് നയിക്കാൻ പോന്ന പലതും നമ്മുടെ പാതകളിൽ കാത്തുവച്ചിട്ടുണ്ട്. ഇത് വയനാട്ടിലൂടെ കടന്നു പോകുന്ന കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയാണ്. 2 പഞ്ചായത്ത് റോഡുകൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന വീതിയുള്ള ഇതിനെ ദേശീയപാത എന്നൊക്കെ വിളിക്കാമോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിക്കും മൂലങ്കാവിനും ഇടക്കുള്ള ഭാഗത്ത്, കൃത്യമായി പറഞ്ഞാൽ തിരുനെല്ലി ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പ്രധാന ഗേറ്റിന് മുൻവശത്തായി നടന്ന കാർ അപകടമാണിത്. നിയന്ത്രണം വിട്ട് സമീപത്തെ വലിയ മൺതിട്ടയിൽ കയറി കാർ മറിയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മറുഭാഗത്ത് നിന്നാണ് എത്തുന്നതെങ്കിലും കാർ മറിയാനിടയാക്കിയ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു? അതാണ് നമ്മുടെ ദേശീയപാത അതോറിറ്റിയുടെ സംഭാവന. റോഡിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന ഈ മൺകൂന വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന് പോലും ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരാണ് നമുക്കായി റോഡുകൾ ഡിസൈൻ ചെയ്യുന്നതും നിർമ്മിക്കുന്നതും. പരിശോധനയിൽ ഇത് വെറുമൊരു മൺകൂനയല്ലെന്ന് ബോധ്യപ്പെട്ടു. ഇവിടെയുണ്ടായിരുന്ന കൂറ്റൻ മരം മുറിച്ചു മാറ്റിയതിന്റെ ശേഷിപ്പാണത്. എക്സ്കവേറ്ററോ മറ്റോ ഉപയോഗിച്ച് അരമണിക്കൂറിനുള്ളിൽ തെല്ല് അകലേക്ക് മാറ്റിയിടുകയോ കീറി മാറ്റുകയോ ചെയ്താൽ എത്ര പേരുടെ ജീവൻ ഇനിയെങ്കിലും രക്ഷിക്കാനാവും?